കോട്ടയം ഈരാറ്റുപേട്ടയിൽ അപകടത്തിനിടയാക്കും വിധം വാഹനം തെന്നിമാറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടകരമായ രീതിയിൽ റോഡിൽ കാർ തിരിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നെത്തിയ വാൻ പെട്ടെന്ന് നിർത്തുന്നതിനിടെ തെന്നിമാറുകയായിരുന്നു. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിലായിരുന്നു സംഭവം. മലപ്പുറം വളാഞ്ചേരിയിൽ അംഗനവാടി കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. പുതിയ അധ്യയന വർഷത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കാണ് അംഗനവാടി ജീവനക്കാരും അമ്മമാരും യാത്രയയപ്പ് നൽകിയത്. അംഗനവാടിയിലെ പൂന്തോട്ടത്തിലേക്ക് ചെടികൾ നൽകിയാണ് കുട്ടികൾ സന്തോഷം പങ്കുവച്ചത്. ചടങ്ങ് വാർഡ് കൌൺസിലർ സിദ്ദിഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ക്രൈംബ്രാഞ്ച് SIയുടെ പേഴ്സ് മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി മുഹമ്മദ് ഫൈസലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാമനാട്ടുകര എയർപോർട്ട് റോഡിൽ നിർത്തിയിട്ട SIയുടെ സ്കൂട്ടറിൽ നിന്നാണ് പ്രതി പേഴ്സ് മോഷ്ടിച്ചത്. എറണാകുളം പോത്താനിക്കാട് ഭണ്ഡാര മോഷ്ടാക്കൾ പിടിയിൽ. നേരിമംഗലം പിറക്കുന്നം സ്വദേശി പ്രവീൺ, കുട്ടമംഗലം സ്വദേശി വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. മെയ് 18-ന് ഞാറക്കാട് ചാപ്പലിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു. എറണാകുളം കോതമംഗലത്ത് ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. ആലപ്പുഴ എരുമല്ലിക്കര സ്വദേശി സുജേഷ് കുമാറാണ് പിടിയിലായത്. കുത്തുകുഴിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നുമാണ് ഇയാൾ ബൈക്ക് മോഷ്ടിച്ചത്. പയ്യോളി SI സഞ്ചരിച്ച പോലീസ് ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. അയനിക്കാട് 6-വരിപ്പാതയിലാണ് അപകടം നടന്നത്. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാസർകോട് അരയിൽ സ്ത്രീ കിണറ്റിൽ വീണ് മരിച്ചു. അംഗനവാടിക്ക് സമീപം താമസിക്കുന്ന നാരായണിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടുപറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് വീണത്. തൃശൂരിൽ ഇടിമിന്നലേറ്റ് വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. പുല്ലൂറ്റ് സ്വദേശി പ്രേംലാലിന്റെ വീട്ടിലെ ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു. കൊല്ലം അഞ്ചലിൽ പഠനോപകരണങ്ങളും തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു. പരിപാടി നാഷണൽ NGO കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. സ്കൂൾ കിറ്റുകളുടെ വിതരണം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നിർവഹിച്ചു. സന്നദ്ധ സംഘടനകളുടെ ക്രൗഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്.